ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് വേടന്റെ റാപ്പ് സംഗീതം വേണമെന്ന് പറയുന്ന ജിഹാദികൾ റംസാനും ബക്രീദിനും പള്ളിയിൽ റാപ്പ് സംഗീതം വെക്കുമോ എന്ന ചോദ്യമുയർത്തി കേസരി മുഖ്യ പത്രാധിപർ ഡോക്ടർ NR മധു. ഇതിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് റാപ്പ് സംഗീതമല്ല വേണ്ടത്, ക്ഷേത്രകലകളാണെന്ന കേസരി മുഖ്യ പത്രാധിപർ ഡോക്ടർ NR മധുവിന്റെ പ്രസ്താവന സമൂഹത്തിൽ വലിയ ചർച്ചയായിരുന്നു. ഇതിനിടയിലാണ് ചില ജിഹാദി ചാനലുകൾ ക്ഷേത്രത്തിൽ വേടന്റെ പാട്ടിന് വിലക്കുണ്ട് എന്നതടക്കമുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്ത പുറത്തുവിട്ടത്. മാത്രമല്ല, അവർ ക്ഷേത്രത്തിൽ റാപ്പ് സംഗീതത്തെ വിലക്കുന്നത് എന്തിനെന്ന ചോദ്യവും ഉയർത്തിയിരുന്നു. ഇങ്ങനെ ചോദ്യമുയർത്തിയവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഡോക്ടർ NR മധു നൽകിയിരിക്കുന്നത്. അഫ്ഗാനിലെ അവസാനത്തെ കലാകാരന്റെ വാദ്യോപകരണവും കൊത്തിക്കീറി അടുപ്പി വെക്കുന്നത് നമ്മൾ കണ്ടതാണ്. സംഗീതം നിഷിദ്ധമാണ്. ഇസ്ലാമിക പദ്ധതി അനുസരിച്ച് സംഗീതം നിഷിദ്ധമാണ്. അവരാണ് സംഗീതത്തിന് വേണ്ടി വാദിക്കുന്നത്. അങ്ങനെ വേടനോട് അങ്ങേറ്റത്തെ സ്നേഹവാത്സല്യങ്ങളുണ്ടെങ്കിൽ അവർ വേടനെ വിളിച്ചിട്ട് ഈ റംസാനും ബക്രീദിനും ഒക്കെ പള്ളിയിൽ പരിപാടി വെക്കട്ടെ, അതൊരു ചലഞ്ചായിട്ട് എടുക്കട്ടെ. നല്ല കാര്യമല്ലേ? റംസാനും ബക്രീദിനും വേടനെ പള്ളിയിൽ വിളിച്ച് റാപ്പ് സംഗീതം വെക്കുമോ എന്ന ചോദ്യമാണ് ഡോക്ടർ NR മധു ഇത്തരക്കാരോട് ചോദിക്കുന്ന ചോദ്യം. ക്ഷേത്രങ്ങൾക്ക് കൃത്യമായ ചിട്ടവട്ടങ്ങളുണ്ട്. അത് തകർക്കാനുള്ള ചിലരുടെ ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെന്നും അതുകൊണ്ട് തന്നെ ഇതിനെ നഖശികാന്തം എതിർക്കുമെന്നും കൃത്യമായി പ്രതികരിക്കുമെന്നുമാണ് ഡോക്ടർ NR മധു പറയുന്നത്. ജനം, കോഴിക്കോട്.